കാണുന്ന സെമിത്തേരിയുടെ അടുത്തായിട്ട് കുറേ വീടുകളുണ്ട്. ഒരു ദിവസം ഒരു പെണ്ണ് അതിലൂടെ വരികയാണ്. പെണ്ണിന്റെ കയ്യിൽ ഒരു പൊതിയുണ്ട്. അത് തുറന്നപ്പോൾ അതിലൊരു കുട്ടിയാണ്. കുട്ടി ഒരു സാധനവും കയ്യിൽ പിടിച്ചിട്ട് കിടക്കുകയാണ്. ആ പെണ്ണ് കുട്ടിയുടെ കവിള് പിടിച്ചിട്ട് പറയാണ്, നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്കാണ് വന്നതെന്ന്. എന്നിട്ട് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുന്നു. പെണ്ണ് ഒരു വീടിന്റെ സ്റ്റെപ്പ് കയറി പോവുകയാണ്. കുട്ടിയോട് പറയുന്നുണ്ട്, നീ ഇത് കണ്ടോ, ഇത് വലിയൊരു വീടാണ്, നല്ല ഭംഗിയുണ്ട് കാണാനെന്നും. അതുമാത്രമല്ല നല്ല ഷെഫുമാരുണ്ട് ഇവിടെ, അതുകൊണ്ട് തന്നെ നല്ല ഫുഡ് കഴിക്കാമെന്ന്. അതും പറഞ്ഞ് ഒരു ലെറ്റർ എടുത്ത് കുട്ടിയുടെ മുകളിൽ വെക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ ഇനി പറയാൻ പോകുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. കുട്ടിയാണെങ്കിൽ ഈ പെണ്ണ് പറയുന്നത് ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ഈ പെണ്ണൊരുത്തിക്ക് എന്താ പറ്റിയ എന്ന പോലെ. പെണ്ണ് പറയാണ്, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, പക്ഷേ നീ ഇപ്പോൾ ഈ വീട്ടിൽ നിൽക്കണമെന്ന്. എന്നിട്ട് കുട്ടിയോട് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു ചിൽഡ്രൻസ് ഹോം ആയിരുന്നു. കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് ചിൽഡ്രൻസ് ഹോമിൽ നിന്നും 2 സ്ത്രീകൾ പുറത്തേക്ക് വരികയാണ്. ഈ അതിരാവിലെ തന്നെ ഇത് ആരാണ് വന്നതെന്ന് ചോദിച്ചിട്ടാണ് അവർ ഓടി വരുന്നത്. കുട്ടി പുറത്ത് നിലത്ത് കിടക്കുകയാണ്. ആ കുട്ടി കരയുന്നുണ്ട്. പെണ്ണ് കുട്ടിയെ അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവർ വാതിൽ തുറന്ന് ആ കുട്ടിയെ കണ്ടിട്ട് അയ്യോ കരയല്ലേ എന്നും പറഞ്ഞ് അതിനെ എടുത്തു. നല്ല കുട്ടിയാണ്, കരയല്ലേ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഒരു ലെറ്റർ അതിലൊരു സ്ത്രീ കാണുന്നത്. അതെടുത്തിട്ട് അവൾ അത് വായിക്കാൻ തുടങ്ങി. പെണ്ണ് ബാക്കിയുള്ള മന്ത്രവാദികളെ പിടിക്കാൻ പോയതാണെന്നും അത് ചിലപ്പോൾ വർഷങ്ങൾ എടുക്കുമെന്നും അതുവരെ ഈ കുട്ടിയെ നോക്കണമെന്നുമായിരുന്നു അതിലുണ്ടായിരുന്നത്. അവളുടെ ദൗത്യം കഴിഞ്ഞ് അവൾ തിരിച്ചു വരുമെന്നും അതിൽ പറയുന്നുണ്ട്. ആ കുട്ടിയുടെ പേര് യുവിക്കാണെന്ന് കൂടെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു സ്ത്രീ പറയുന്നു, ഈ കുട്ടിയുടെ അമ്മയ്ക്ക് മന്ത്രവാദിയുമായി ബന്ധമുണ്ടെങ്കിൽ ഈ കുട്ടിയും ചിലപ്പോൾ മന്ത്രവാദിയാകാൻ സാധ്യതയുണ്ട്. മറ്റേ പ്രായമുള്ള സ്ത്രീ പറയുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നത്, ഈ കുട്ടി മന്ത്രവാദിയാണെന്നോ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നിനക്കെന്താ ബുദ്ധിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, ഈ കുട്ടിയുടെ അമ്മ മന്ത്രവാദിയാണെന്ന്. അത് കേട്ടതും ആ പ്രായമായ സ്ത്രീ ഒന്ന് ഞെട്ടി. പാർട്ട് 2 വേണ്ടവർ 2 എന്ന് കമന്റ് ചെയ്യൂ.